ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കോയക്ക കറി വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ കോയക്കുണ്ടായതിനെ എടുത്ത് പിന്നെ ഒരു കഷ്ണം നീരുള്ളി എടുത്തിന് നല്ല പാലതിനെ കവിയിട്ട് അതിനങ്ങനെ മുറിച്ചിട്ടിടാം. അങ്ങനെ മുറിച്ചിട്ടെല്ലാം ആയിട്ടായിട്ട് നമുക്ക് കറി വെക്കാൻ റെഡിയാവാം. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ആ ജാറിലേക്ക് ഒരു 3 വറ്റൽമുളക്, നമ്മൾ ഉണക്കമുളക് എന്ന് പറയും, ആ ഉണക്കമുളക് എടുക്കുക. പിന്നെ കുറച്ച് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ എടുക്കുക. അത് രണ്ടും ഇട്ടിട്ട് മിക്സിയിൽ പൊടിയാക്കുന്ന ജാറിൽ ഇട്ടിട്ട് നമുക്ക് നല്ല പാല ചതച്ചിട്ട് പൊടിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും അത് എടുത്തിട്ട് നമുക്ക്. എന്നിട്ട് നമുക്കൊരു ചീഞ്ചട്ടി എടുക്കുക, അതിൻ്റെ ഉള്ളിൽ മാത്രം ഒന്ന് വാഷാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കത്തിച്ചിട്ട് ഫ്ലെയിമിൻ്റെ മീതെ ഇങ്ങനെ ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഓമയിൽ യൂസ് ആക്കുന്നത്. അപ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചിട്ട് ആ മിക്സ് പൊടിച്ചിട്ട് വെച്ച് ആ മിക്സ് ഇടുക. മിക്സ് ഇട്ടിട്ട് അതിലേക്ക് കുഴക്ക ഇട്ടിട്ട് നല്ല പാങ്ങൽ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുഴക്കക്ക് നല്ല വേവുള്ളതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടിയിട്ട് വെച്ചിട്ട് വേവിക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങ വേണം. തേങ്ങ ചേരാൻ വേണ്ടി ചിരപ്പലെടുത്ത് എടുത്ത് അതിൻ്റെ ഒരു അരമുറി തേങ്ങ ഉണ്ടായിന് അതിനെല്ലാം ചേരിയിട്ട് കൊടുക്കുക. തേങ്ങ ചേരിയിട്ടാകുമ്പോൾ ഇത്ര തേങ്ങ കിട്ടും നമുക്ക്. അപ്പോൾ ഈ തേങ്ങ എന്താക്കുക, അതിലേക്ക് ഇടണം നമ്മൾ ലാസ്റ്റ്. എന്നിട്ട് ബന്ധോ നോക്കുന്നുണ്ട്. അപ്പോൾ വേകുന്നത്ര. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം കുറച്ചിങ്ങനെ ഇളക്കിയിട്ട് ആദ്യം ഇങ്ങനെ മൂടിയിട്ട് വെച്ചിട്ട് വേവിക്കുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ഇങ്ങനെ വെള്ളമെല്ലാം ആറിയതിന് ശേഷം നമുക്ക് കല്ലുപ്പ് കുറച്ചുകൂടെ ഇടാം. കല്ലുപ്പാണ് യൂസ് ആക്കൽ. കല്ലുപ്പിടുക. കല്ലുപ്പിട്ടിട്ട് നല്ല പാങ്ങ മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തിട്ടായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കാം. മൂടി കൊടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടിട്ട് നല്ല പാങ്ങല ഇളക്കുക. ഇളക്കിയതിന് ശേഷം ആദ്യം കുറച്ചിങ്ങനെ മൂടിയിട്ട് വെക്കുക. മൂടിയിട്ട് വെച്ചിട്ട് നമ്മളെ കോഴിക്കറി റെഡിയായി.